കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.എൻ. വാസവൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. ഞങ്ങൾ അന്നേരം സ്ഥലത്തില്ലല്ലോ, ഞങ്ങളെല്ലാം മറ്റേ മീറ്റിംഗിലാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടുന്നത്. ഈ സംഭവം അന്നേരത്തിന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ വരുന്നത്. പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു. പിന്നെ ഇതിന്റെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞോളാണ്. ഇങ്ങനെ ഇത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇവർക്ക് കൊടുത്ത വിവരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ട് അറിയില്ല. സൂപ്രണ്ട് എന്ന് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും സത്യസന്ധനും, അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും അവിശ്വസിക്കുകയില്ല. നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കുറിച്ച് തിരക്കുക. അദ്ദേഹം പറയുന്ന ഒരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കുകയില്ല. സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം സന്ദർശനം നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ബിന്ദുവിന്റെ കുടുംബത്തെ സഹായിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച് മന്ത്രിസഭ തീരുമാനമെടുക്കുമെന്നും അടിയന്തരമായി 50,000 രൂപ നൽകുമെന്നും വി.എൻ. വാസവൻ അറിയിച്ചു.